കോട്ടയം ജില്ലയിൽ നിന്നും ഈ വേദിയിലേക്ക് എത്തുന്ന അടുത്ത മത്സരാർത്ഥി ശ്രീ എസ് മഹാദേവൻ. എൻ്റെ പേര് മഹാദേവൻ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. റിട്ടയർ ചെയ്തൊരു സർക്കാർ ജീവനക്കാരനാണ്. ഞാൻ പങ്കെടുത്ത ഓഡിഷനിൽ അന്ന് ഞാൻ ഒരു 12 വയസ്സുള്ള കുട്ടി മുതൽ ഒരു 70 വയസ്സുള്ള ആൾ വരെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇത് കൈരളി TV സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇത് പങ്കെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതുപോലുള്ള പരിപാടികൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിന് കൈരളി TV ചെയ്യുന്ന സേവനങ്ങളെ ഞാൻ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ നിന്നും അശ്വമേധത്തിൻ്റെ മത്സരവേദിയിലേക്ക് പ്രവേശിക്കുകയാണ്. സർ, പ്ലീസ് വാക്ക് ഇൻ. നമസ്കാരം സർ. നമസ്കാരം സർ, കോട്ടയത്താണ് ഓഡിഷന് വന്നത്. അതെ, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഞാൻ അവസാനം ജോലി തൃപ്പൂണിത്തുറയായിരുന്നു. തൃപ്പൂണിത്തുറയായിരുന്നു. ഏത് വർഷത്തിലായിരുന്നു? 2010. അശ്വമേധം സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. അപ്പോ അശ്വമേധത്തിൽ താങ്കൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ആദ്യം യാഗഭൂമി. ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും മഹായാനം യാഗം. സർ, ബൗൾ നമ്പർ 1, താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമെടുക്കും. വിശേഷണങ്ങൾ. ഫാബ്രിക്കേഷൻ. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം താങ്കൾ പറഞ്ഞാൽ മതിയാണ്. ഇടിമുഴക്കത്തിൻ്റെ നാട് എന്ന വിശേഷണം നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാനാണ് ലഭിച്ചത്. ശരിയോ തെറ്റോ? ശരിയാണ്. ഭൂട്ടാൻ നമ്മുടെ അയൽ രാജ്യമാണ്. പണ്ട് ജിങ്മേ സിംഗ് വാങ്ചുക്കുണ്ടായിരുന്ന കാലം മുതലേ ഭാരതവുമായി തുടങ്ങിയ ശക്തമായൊരു ബന്ധമുണ്ട്. സാർക്ക് രാജ്യങ്ങളുടെ ചേരിയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രാജ്യമാണ് ഭൂട്ടാൻ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. മലനിരകളുള്ള സ്ഥലമാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇടിമുഴക്കത്തിന്റെ നാട് എന്ന ഫാബ്രിക്കേറ്റ്, ദ ലാൻഡ് ഓഫ് തണ്ടർബോൾസ് എന്ന ഫാബ്രിക്കേറ്റ് ഭൂട്ടാനാണ് ചേർന്നത്. താങ്കൾ മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ സമ്മാനം സ്വന്തമാക്കി. രണ്ടാമത്തെ ബൗൾ. ഇന്ത്യ. എന്ത് മനോഹരമായൊരു വിഷയം. 2 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന എന്നാൽ 130ഓളം കോടി ജനങ്ങളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയമിടിപ്പിൻ്റെ അർത്ഥമായി മാറിയ ഒരു വിഷയമാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഇന്ത്യയിൽ എ എന്ന അക്ഷരത്തിൽ ആരംഭിച്ച് എയിൽ തന്നെ അവസാനിക്കുന്ന എത്ര സംസ്ഥാന തലസ്ഥാനങ്ങളുണ്ട്? How many state capitals in India starts with A and ends with A? Choice 1 0, choice 2 1, choice A 0, choice B 1. 0. ഉറപ്പിച്ചോ സർ? ഉറപ്പിച്ചു. 100%. അതെ. 101%. അതെ. കാരണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എല്ലാം തലസ്ഥാനങ്ങൾ താങ്കൾക്കറിയാം. കുറേയൊക്കെ അല്ല, ആൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളുടെയും തലസ്ഥാനങ്ങൾ അറിയാം. അതിൽ എയിൽ ആരംഭിച്ച എയിൽ അവസാനിക്കുന്ന ഒന്നുമില്ല. ഉറപ്പാണ്. ലോക്ക് ചെയ്യാം. എന്താണ് സർ കേരളത്തിന്റെ തലസ്ഥാനം? ട്രിവാൻഡ്രം. തമിഴ്നാടിൻ്റെത്? ചെന്നൈ. അരുണാചൽ പ്രദേശിൻ്റെത്? ഇറ്റാനഗർ. മണിക് സർക്കാർ ഭരിക്കുന്ന ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയല്ലേ? അഗർത്തല. ശരിയാണ്. 100% ആത്മവിശ്വാസത്തോടെയാണ് താങ്കൾ പറഞ്ഞതെങ്കിലും ഉത്തരം തെറ്റിപ്പോയി. അൺഫോർച്ചുനേറ്റ്. പ്ലീസ്. ബാഡ് ലക്ക് സർ. ഒരു മത്സരമാകുമ്പോൾ ജയവും തോൽവിയിലൊന്നും കാര്യമൊന്നുമില്ല. പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ്. അഗർത്തല പെട്ടെന്ന് മനസ്സിൽ വന്നില്ല. അഗർത്തല അറിയില്ലായിരുന്നു? അറിയാം. ത്രിപുര അറിയാം. അഗർത്തല. ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനം മാത്രമാണ് എയിൽ ആരംഭിച്ച് എയിൽ അവസാനിക്കുന്നത്. അഗർത്തല. നിമി, പ്ലീസ്.
ഇതൊരു സാന്ത്വന സമ്മാനമാണ് റിയൽറ്റേഴ്സിന്റെ. ഇത് ഞങ്ങളുടെ സ്നേഹവും. മറ്റൊരിക്കൽ വീണ്ടും കാണാം എന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാ പ്രാർത്ഥനകളും അശ്വമേധത്തിന്റെ യാത്രയിൽ ഞങ്ങളോടൊപ്പം താങ്കളുടെ മനസ്സിന്റെ പ്രാർത്ഥനകൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. ഗുഡ് നൈറ്റ് ഫ്രം GS.